വയനാട് കൽപ്പറ്റയിൽ 16-കാരന് ക്രൂരമർദ്ദനം. ഒരു സംഘം വിദ്യാർത്ഥികൾ ഫോൺ വിളിച്ചു വരുത്തി മർദ്ദിക്കുകയായിരുന്നു. കാല് പിടിച്ചു മാപ്പ് പറയിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. ആ ദൃശ്യങ്ങളിലേക്ക്. കഴിഞ്ഞ ബുധനാഴ്ച വൈകിട്ട് 3 മണിയോടെയാണ് സംഭവം. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നു. സുർജിത്തെ, ഗുഡ് ഈവനിങ്. ഏകദേശം സമപ്രായക്കാരാണെന്ന് തോന്നുന്നു. ദൃശ്യങ്ങൾ പിടിച്ചു നിർത്തടാ എന്ന് പറഞ്ഞ് ഒരു പയ്യനെ പിടിച്ചു നിർത്തി ഉപദ്രവിക്കുകയാണ്, അല്ലെങ്കിൽ മർദ്ദിക്കുകയാണ്. എന്താണ് ഇതിന് കാരണം? എന്തൊക്കെയാണ് നമ്മുടെ കുട്ടികൾക്ക് സംഭവിക്കുന്നത്? ഗുഡ് ഈവനിങ് ക്രിസ്റ്റീന. അത്യന്തം നടുക്കം ഉളവാക്കുന്ന ദൃശ്യമാണ് പുറത്തു വന്നത്. കഴിഞ്ഞ 21-ാം തീയതി സംഭവിച്ചതാണ് ഈ വിഷയം. ഇത് കൽപ്പറ്റയിലെ മെസ്റ്റ് ഹൗസ് റോഡിന് സമീപമാണ് കുട്ടികൾ തമ്മിലുള്ള സംഘർഷമുണ്ടായത്. ആരും പ്രായപൂർത്തിയായവരല്ല, 18 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പേരുവിവരങ്ങൾ പുറത്തുവിടാൻ സാധിക്കാത്തൊരു സ്ഥിതിയുണ്ട്. 2 പേരാണ് പ്രധാനമായും കുട്ടിയെ മർദ്ദിച്ചത്. ഇത് വാക്കുതർക്കം നേരത്തെ ഉണ്ടായതാണ്. കടയ്ക്ക് സമീപം വെച്ച് ഇരു കൂട്ടരും തമ്മിൽ വാക്കുതർക്കം ഉണ്ടായി. ഇതേ തുടർന്ന് ഫോണിൽ ഈ കുട്ടിയെ വിളിച്ചു വരുത്തി. കൂട്ടുകാരനെ ഉപയോഗിച്ചുകൊണ്ടാണ് വിളിച്ചു വരുത്തിയത്. അതിനുശേഷം ക്രൂരമായ മർദ്ദനമായിരുന്നു. മർദ്ദനം എന്ന് പറയുമ്പോൾ അത് വടിയും മറ്റും ഉപയോഗിച്ചുകൊണ്ടുള്ള മർദ്ദനം. അതോടൊപ്പം തന്നെ കാല് പിടിപ്പിക്കുന്ന ഒരവസ്ഥ, മാപ്പ് ചോദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കാല് പിടിപ്പിക്കുന്ന ഒരവസ്ഥ. അത്തരത്തിൽ അത്യന്തം നിന്ദ്യമായ അപമാനകരമായ രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഈ പ്രതികളായ കുട്ടികളിൽ നിന്നുണ്ടായിട്ടുള്ളത്. എല്ലാവരും 17 വയസ്സ് വരെ പ്രായമുള്ള ആളുകളാണ്. മർദ്ദനമേറ്റ ആൾ 16-കാരനാണ്. ചികിത്സ തേടി ഈ കുട്ടിയുടെ പിതാവാണ് പോലീസിൽ പരാതി നൽകിയത്. ഇന്നലെയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഇതിൽ 2 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. മൊത്തം 5 പേരുണ്ടായിരുന്നു എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ചെറിയൊരു വാക്കുതർക്കം, ആ വാക്കുതർക്കത്തെ തുടർന്ന് ഇത്തരത്തിൽ ക്രൂരമായ രീതിയിൽ ആക്രമിക്കുന്ന തരത്തിലേക്ക് വിദ്യാർത്ഥികളുടെ മനസ്സ് മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. ആ നിലയിലുള്ള ഒരു മർദ്ദനമാണ്. ദൃശ്യം കണ്ടാൽ പോലും വലിയ രീതിയിൽ സങ്കടം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ദൃശ്യമാണത്. അതെ സുജിത്തെ, അങ്ങനെ ഒരു വാക്കുതർക്കം ഉണ്ടായതുകൊണ്ട് മാത്രം ഈ കുട്ടിയെ ഫോൺ വിളിച്ച് വരുത്തി ആ വാക്കുതർക്കത്തിന്റെ പേരിൽ മാപ്പ് പറയണം, അതോ ഇതിനപ്പുറമായി മറ്റെന്തെങ്കിലും സംഭവം ഇതിലുണ്ടോ? മറ്റു സംഭവങ്ങളില്ല എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പോലീസുമായി നമ്മൾ സംസാരിച്ചു. ഇത് ഈ കടയ്ക്ക് സമീപം വെച്ചൊരു വാക്കുതർക്കം ഉണ്ടായ വാക്കുതർക്കത്തിനൊടുവിലാണ് ഇത്തരത്തിലൊരു കൃത്യത്തിലേക്ക് എത്തിയതെന്നുള്ളതാണ് വിവരം. അതായത് ഈ കുട്ടി വേണ്ട വിധം ഈ മുതിർന്ന ആളുകളെ, അതായത് 16 വയസ്സുള്ള കുട്ടി 17 വയസ്സുള്ളവരെ ഗൗനിച്ചില്ല എന്നതാണ് അതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. ഇതേ തുടർന്ന് വിളിച്ചു വരുത്തുകയായിരുന്നു. വിളിച്ചു വരുത്തിയ ശേഷം ക്രൂരമായി തല്ലുകയായിരുന്നു. ആ തല്ലൽ എന്ന് പറയുമ്പോൾ വടിയും മറ്റും ഉപയോഗിച്ചുകൊണ്ട് പുറത്തും ശരീരത്തിൽ ആകമാനം ഇടിക്കുന്നുണ്ട്. മുഖത്ത് അടിച്ചാണ് ആ സംസാരം തുടങ്ങുന്നത്. അതിനുശേഷം 5 മിനിറ്റോളം ദൈർഘ്യമുള്ള ദൃശ്യമാണിത്. 5 മിനിറ്റും ക്രൂരമായ രീതിയിലുള്ള മർദ്ദനം, വലിയ രീതിയിൽ വേട്ടയാടുന്ന വിധത്തിൽ മർദ്ദനം, മാത്രമല്ല വലിയ രീതിയിൽ അപമാനിക്കുന്ന ഒരു അവസ്ഥ, ഇതെല്ലാം തന്നെ അതിനകത്ത് സംഭവിക്കുന്നുണ്ട്. ഈ കുട്ടികൾ അതൊക്കെ വലിയ അതിൽ ഈ അവർ ആസ്മയുണ്ട്, അടിക്കരുത്, മതി എന്ന് പറയുന്നുണ്ട്, എന്നിട്ട് നിർത്തുന്നില്ല എന്നുള്ളതാണ്. നിർത്താതെ അട്ടച്ചുകൊണ്ട് മർദ്ദിക്കുന്ന ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വലിയ രീതിയിൽ നടുക്കമുണ്ടാക്കുന്ന തരത്തിലുള്ള ദൃശ്യം തന്നെയാണ്. കൽപ്പറ്റ പോലീസ് ഗൗരവകരമായി എടുത്തിട്ടുണ്ട്. കൽപ്പറ്റ CI ജയപ്രകാശിന്റെ നേതൃത്വത്തിൽ SI വിമലചന്ദ്രനാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. കൃത്യമായ രീതിയിൽ നടപടി ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് പോലീസ് ഉറപ്പു നൽകുന്ന കാര്യം. ശരി, നടപടി ഉണ്ടാകട്ടെ. മാത്രവുമല്ല, ഈ ദൃശ്യങ്ങൾ അവർ തന്നെ കാണുമ്പോൾ അവർക്കൊരു നാണക്കേട് മനസ്സിൽ തോന്നട്ടെ. മറ്റൊരു മനുഷ്യജീവിയോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? ഒപ്പം തന്നെ ഇത് കാണുന്ന സമപ്രായത്തിലുള്ളതും അതിന് മുകളിലുള്ളതുമായ കുട്ടികൾക്കൊക്കെ ഈ ദൃശ്യങ്ങൾ അവരോട് സംസാരിക്കുന്ന ഒരു സന്ദേശമാവട്ടെ. സുർജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.